നമസ്കാരം, ദിനേശാണ്. ഞാനൊരു മാവിൻ തോട്ടത്തിലാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഇങ്ങനൊരു തോട്ടം കാണിച്ചിരുന്നു. അപ്പോൾ മാങ്ങയൊക്കെ നല്ല മൂത്ത് നിൽക്കുന്ന സമയമായിരുന്നു. പിന്നെ ഈ മാവിൻ തോട്ടത്തിൻ്റെ അല്ലെങ്കിൽ പാലക്കാടിൻ്റെ മാവിൻ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളം വളരെ കുറവുള്ള ഏരിയയും ചൂട് കാലാവസ്ഥയും കാരണം മാങ്ങയ്ക്കെല്ലാം അസാധ്യമായ രുചിയാണ്, മധുരമാണ്. പലപ്പോഴും ഇപ്പം ഞാൻ താമസിക്കുന്ന വീട്ടിൻ്റെ ചുറ്റുഭാഗത്തും ധാരാളം മാവിൻ തോട്ടങ്ങൾ. നമുക്ക് നല്ല മൂത്തുപഴുത്ത മാങ്ങകൾ ദിവസവും കിട്ടും. അതേപോലെ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങയ്ക്ക് പകരം ആ സ്ഥലത്ത് ഈ പഴുത്ത മാങ്ങ ചുരണ്ടിയത് കുറച്ച് ഇട്ട് കൊടുക്കും. ആവി കയറ്റി കഴിച്ചാൽ നേന്ത്രപ്പഴമൊന്നും അതിൻ്റെ ഒരു അംശ ടേസ്റ്റിനെ സംബന്ധിച്ചാൽ നേന്ത്രപ്പഴമൊക്കെ പിന്നിലേക്ക് നിൽക്കും. അത്ര അസാധ്യമായ രുചിയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ കാലാവസ്ഥ, അതായത് ചൂട് കാലാവസ്ഥയും ചൂട് കാറ്റും ഉള്ളത് കൊണ്ടാണ്. പിന്നെ നന വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മാങ്ങ നല്ല മധുരം. അപ്പോൾ ഞങ്ങളിപ്പോൾ പലപ്പോഴും ഞങ്ങളുടെ ഈ ഓപ്പൺ അഗ്രികൾച്ചർ ടീം എന്ന് പറഞ്ഞ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെറിയ ചെറിയ യാത്രകൾ സംഘടിപ്പിക്കും. ഇവിടെ വന്നാൽ, ഇത്തരം മാവിൻ തോട്ടങ്ങളിൽ വന്നാൽ നിങ്ങൾക്ക് ഈ തോട്ടത്തിൽ നിന്ന് തന്നെ മാങ്ങ പൊട്ടിച്ച് അവർ തരും. പല ഇനം മാങ്ങ. ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കാണുന്ന മാങ്ങയെല്ലാം സിന്ദൂർ എന്ന് പറയുന്ന മാങ്ങയാണ്. സിന്ദൂർ മാങ്ങയുടെ പ്രത്യേകത അതിൻ്റെ ഈ ഞെട്ടിയോടടുപ്പിച്ച ഭാഗം നല്ല ചുവന്ന കളർ വരും. പച്ച കഴിക്കുമ്പോൾ ഭയങ്കര പുളിപ്പായിരിക്കും, എന്നാൽ പഴുത്തതാണെങ്കിൽ ഭയങ്കര മധുരം, നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ എന്നിട്ട്. അപ്പോൾ ഇങ്ങനത്തെ മാവിൻ തോട്ടങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് വേണ്ട മാങ്ങ അവിടുന്ന് പല വെറൈറ്റി, ഒരു 8-10ഓളം വെറൈറ്റികൾ മാങ്ങകളുണ്ടാവും. ഈ മാങ്ങ നമുക്ക് തോട്ടത്തിൽ നിന്ന് തന്നെ പൊട്ടിച്ച് വാങ്ങാം. എന്നാൽ നമുക്ക് മാർക്കറ്റിലൊക്കെ പലപ്പോഴും വരുന്ന മാങ്ങ മരുന്ന് വെച്ച് പഴുപ്പിക്കുന്നു എന്ന് പറയാറുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ എനിക്കറിയില്ല. എന്നാലും ഈ പച്ച മാങ്ങ അങ്ങനെ പഴുപ്പിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിന് പകരമായി നമ്മൾ ഇത്തരം സന്ദർശനങ്ങളിൽ നമുക്ക് നല്ല മാങ്ങ തോട്ടത്തിൽ നിന്ന് വാങ്ങാം. ഇതാണ് ഞങ്ങളുടെ ഓപ്പൺ അഗ്രികൾച്ചർ ടീം കൂട്ടായ്മയെ കുറിച്ചും ഞങ്ങളുടെ യാത്രകളെക്കുറിച്ചും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ പ്രധാനമായും കുട്ടിക്കർഷകരെ ആദരിക്കുക, അടുക്കളത്തോട്ട നിർമ്മാണം, ഇതൊക്കെയാണ് നമ്മളുടെ ആക്ടിവിറ്റി. അതിൻ്റെ ഭാഗമായി വീട്ടമ്മമാരും അതുപോലെ അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന ഗ്രൂപ്പുകളായിട്ട് പല സ്ഥലത്തും സന്ദർശനം നടത്തും. അപ്പൊ നിങ്ങൾക്കും ഇത്തരം മാവിൻ തോട്ടങ്ങളിൽ സന്ദർശനം നടത്താനും അതിൻ്റെ രുചി ആസ്വദിക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. നമുക്ക് ആ രീതിയിലുള്ള സന്ദർശനങ്ങളൊക്കെ ഒരുക്കാം. താങ്ക് യു.